ആദ്യം ഒന്ന് നിർത്തുന്നുണ്ടോ? ആവശ്യമില്ലാതെ വെറുതെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുക. നീ വന്നേ, നിന്നോട് വരാനല്ലേ പറഞ്ഞ? വാ ഇങ്ങോട്ട്. ഏട്ടാ, ഭാസ്കരേട്ടാ, രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വാ. കുട്ടികളും വിശന്നിരിക്കുക. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. പോയിട്ട് വാ. എല്ലാവരും പെട്ടെന്ന് കഴിക്കാൻ വന്നിരിക്കുക. കുട്ടികളെ, നിങ്ങളും വാ. വാ ചേച്ചി, നമുക്ക് എല്ലാം എടുത്തു വയ്ക്കാം. എന്നെ വിവരമില്ലാത്തവളെന്ന് പറയുകയാണോ കുഞ്ഞമ്മേ? അവരെന്നെ എന്റെ കൊച്ചിനെ അപമാനിക്കുകയാണ്. നിനക്കെന്താ ഭ്രാന്തായോ? നീ വിചാരിച്ചതെന്താ ചെയ്തോണ്ടിരിക്കുന്ന എന്താ? കിട്ടു വിഷമിക്കുന്നുണ്ട് കുഞ്ഞമ്മേ. ഇപ്പൊ നീ ആലോചിക്കേണ്ടത് കിട്ടുവിനെ കുറിച്ചല്ല, ശിവാനിയെ കുറിച്ചാ. അവളെ ഈ വീട്ടിലെ മരുമകളാക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കും. ശിവാനി ഈ വീട്ടിലെ മരുമകളാണെങ്കിൽ അഖിലിന്റെ മുന്നിൽ ഈ കാര്യം അവതരിപ്പിക്കേണ്ടത് നിന്റെ അമ്മയും ആ അഭിയുവാ. എന്നിട്ട് നീ അവരോട് തന്നെ എങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന? പക്ഷെ കിട്ടു ഈ കുടുംബത്തിന്റെ അവകാശമല്ലേ കുഞ്ഞമ്മേ? നിന്റെ മകന് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ അവകാശം ജന്മ വീട്ടിൽ എങ്ങനെ അവകാശം കിട്ടുന്നേ? പെമ്പിള്ളേര് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം സ്വന്തം വീട്ടിൽ ഒരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ കാണില്ല. അവളുടെ മക്കൾക്ക് പോലും അവിടെ ആയിരിക്കും അവകാശം. അധികാരം മരുമക്കളുടെ കയ്യിലും. നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് മഞ്ഞളും കുങ്കുമമാണ് നീ ആഗ്രഹിക്കേണ്ടത്, അല്ലാതെ അവകാശമൊന്നും അല്ല. എന്താ കുഞ്ഞമ്മേ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞേ? പറയുന്ന ആദ്യം കേൾക്ക്. നിന്റെ അമ്മയുടെ അടുത്ത് അബിയുടെ അടുത്തും കുറച്ച് മര്യാദയ്ക്ക് പെരുമാറ്. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അഖിലിന്റെ ശിവാനിയുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തിയാലുണ്ടല്ലോ, അതിനുശേഷം ഇവിടെ ഉള്ളവരെ ചൂണ്ടുവിരലിൽ നിർത്താം. ഇപ്പൊ നീ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ചെയ്യാം. പറഞ്ഞത് മനസ്സിലായോ? എല്ലാം മനസ്സിലായി കുഞ്ഞമ്മേ. ഇനി ഞാൻ ആവശ്യമില്ലാത്ത വഴക്കിനൊന്നും പോകില്ല. ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയും, അവിടെ ചെന്നിട്ട് നീ വളവളാന്ന് സംസാരിക്കും. ആദ്യം നീ നിന്റെ വായൊന്ന് അടക്കി വെക്കാൻ പഠിക്കും. ശരി കുഞ്ഞമ്മേ, പരമാവധി ശ്രമിക്കാൻ ഞാൻ. ഓർത്തു വെച്ചോ, നിന്റെ മകളുടെ ഭാവി ജീവിതം നിന്റെ വായിന്ന് വരുന്ന സംസാരം പോലെ ഇരിക്കും. ഇവരോട് മര്യാദയ്ക്ക് പെരുമാറിയ ഈ വീട് നാളേക്ക് നിനക്ക് സ്വന്തമാകും. എന്താ ഏട്ടാ, കുറച്ചു നേരമായിട്ട് എന്തോ സീരിയസ് ആയിട്ട് ആലോചിച്ചിരിക്കുന്നു. എന്താ ഏട്ടാ കാര്യം? താൻ ടെൻഷൻ ആവില്ലെന്ന് ഉറപ്പ് വന്നാൽ ഞാൻ തന്നോട് ഒരു കാര്യം പറയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇന്ന് നമ്മുടെ ഓഫീസിൽ ആരോ ബോംബ് വെച്ചു. ബോംബോ? താൻ പേടിക്കണ്ട. ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. കറക്റ്റ് സമയത്ത് ബോംബ് ഞാൻ ഡിഫ്യൂസ് ചെയ്തു. നമ്മുടെ ഓഫീസില് ബോംബ് ആരാ കൊണ്ടുവച്ചത്? ആരാണെന്ന് എനിക്കും അറിയില്ല. ഓഫീസിൽ CC ക്യാമറ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോ ആ ആദിത്യയുടെ പണിയായിരിക്കോ? അല്ല, അവൻ ഓട്ടോസിറ്റിയാ. ആദിത്യ അല്ലെങ്കിൽ പിന്നെ വേറെ ആരായിരിക്കും? ഇന്ന് ഓഫീസിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നോ? 3 ക്ലയൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ 3 പേരിൽ ഒരാളാണ് ബോംബ് വെച്ചിട്ട് പോയത്. ആ 3 പേരെ കുറിച്ച് അന്വേഷിച്ചായിരുന്നോ? ഞാനിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാതെ ഇത് ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അന്നാണെങ്കിൽ ഉണ്ണിക്ക് ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം അഖിൽ അറസ്റ്റിലായി. ഇപ്പോതാ ഓഫീസിൽ ബോംബെന്ന് പറയുന്നു. ഇതൊക്കെ ആരായിട്ട് ചെയ്യുന്നേ? നമുക്കെതിരെ പുതിയ ശത്രുക്കൾ ഉണ്ടായോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പുതിയ ശത്രുക്കളോ? അതിന് നമ്മൾ ആർക്കും എന്ത് ദ്രോഹം ചെയ്തേ? നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാവും വസുധ. ആ ശത്രുക്കൾ ആരാണെന്ന് അറിഞ്ഞാൽ എന്താണ് കാരണം എന്ന് അറിയാൻ സാധിക്കും. നമ്മളിൽ നിന്നും ഉണ്ണിയെ പിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കോ ഏട്ടൻ പറഞ്ഞ ഈ ശത്രുക്കള്? അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത് വസുന്ധര. ഒരു ബന്ധവും ഇല്ലാതെ 3 വ്യത്യസ്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഉണ്ണിയുടെ ആക്സിഡന്റ്, അഖിലിന്റെ അറസ്റ്റ്, ഓഫീസിൽ ബോംബ് വെച്ചത്.
ഈ 3 കാര്യങ്ങൾ ഒരാളാണോ ചെയ്തത് അതോ ഇനി വേറെ വേറെ ആൾക്കാരാണോ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഉണ്ണിയുടെ ആക്സിഡന്റ്, അഖിലിന്റെ അറസ്റ്റ്, ഇത് രണ്ടും ആ ബൈക്കുകാരന്റെ അല്ലേ? അവനത് സമ്മതിച്ചില്ലേ? എനിക്ക് അവൻ പറഞ്ഞതിൽ അത്ര വിശ്വാസം പോരാ വസുന്ധര. ഈ പുതിയ ശത്രുക്കളാണ് നമ്മുടെ വീടിനെയും നമ്മുടെ ഓഫീസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഓഫീസിനെയൊക്കെ ഒരേ സമയത്ത് തകർക്കണമെന്ന് വിചാരിക്കുക. താൻ പേടിക്കാതിരിക്കുക. ഇത് ഞാനൊന്ന് ഗസ് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഓരോരോ സത്യങ്ങളും പുറത്തു വരും. സ്വാമിജിയെ കാണണമെന്ന് വിചാരിച്ചിട്ട് കാണാൻ പറ്റിയതുമില്ല. അദ്ദേഹത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം ചോദിക്കാമായിരുന്നു. നല്ല സമയം നോക്കി നമുക്ക് തിരുമേനിയെ പോയി കാണാം. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ആ പുതിയ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്താ മാഡം, നിങ്ങളുടെ ഉന്നം തെറ്റുന്നുണ്ടല്ലോ. ഒരു ആരോ പോലും ടാർഗറ്റിൽ എത്തുന്നില്ല. സെയിം ടു സെയിം. മാഡത്തിന്റെ ട്രയൽസ് പോലെ എറിയുന്ന ആരോസും വഴിമാറി പോകുന്നു. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ഞാൻ ദേഷ്യപ്പെട്ടാലും ഒരു യൂസും ഇല്ല മാഡം. നമ്മുടെ ടാർഗറ്റ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുകൊണ്ടാ നമ്മുടെ പ്ലാൻസ് എല്ലാം വേസ്റ്റ് ആകുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ഉണ്ണിയുടെ ആക്സിഡന്റ്, അത് മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അഖിലിന്റെ അറസ്റ്റ്, ബോംബ് ബ്ലാസ്റ്റ് എല്ലാം ഫെയിൽ ആയി പോയി. എല്ലാ പ്രാവശ്യവും അവര് തന്നെ ജയിക്കുമെന്ന് വിചാരിക്കണ്ട. എപ്പോഴെങ്കിലും എനിക്കും വിജയിക്കാൻ അവസരം കിട്ടും. ആ അവസരം എപ്പോഴാണ് വരുന്നത് മാം? ഉറുമ്പ് 100 തവണ കടിച്ചാലും മരണമൊന്നും സംഭവിക്കില്ല. എന്നാ പാമ്പ് 1 തവണ കൊത്തിയാ മതി, മരണം സംഭവിക്കും. അപ്പോ നമ്മുടെ പ്ലാൻ എല്ലാം ഉറുമ്പുമായിട്ട് താരതമ്യപ്പെടുത്തുന്നോ? പാമ്പ് കൊത്തിയതുപോലെ ഉണ്ടാവണമെന്നാ പറഞ്ഞ. ഒരേ ഒരു പ്ലാൻ, അവരുടെ ഫാമിലി അല്ലെങ്കിൽ സംസ്കൃതി ഇവന്റ്സ് ഒറ്റയടിക്ക് ഇല്ലാതായി തീരണം. ഞാനും അതുപോലൊരു പ്ലാനാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ സമയമില്ല. ക്ഷമയാണെങ്കിൽ അതിലും കുറവ്. ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന പണി എങ്ങനെ ഇരിക്കണമെന്നറിയാമോ? നീ പറഞ്ഞതുപോലെ അവരുടെ വീടും ഓഫീസും ഒരേ സമയം ഇല്ലാതാവണം. സൂപ്പർ മാം, ഇപ്രാവശ്യം ലക്ഷ്യം തെറ്റിയില്ല. ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്ന പ്ലാൻ പോലും ലക്ഷ്യം തെറ്റില്ല. ഇതുപോലെ തന്നെ ടാർഗറ്റ് റീച്ച് ആവും. നെക്സ്റ്റ് ടൈം എന്താ ചെയ്യാൻ പോകുന്നു മാം? നീ കാണാൻ പോവല്ലേ? പിന്നോട്ട് പോയ തിരമാല മുന്നോട്ട് സുനാമി വരും പോലെ വരും. കയ്യിൽ കിട്ടാതെ രക്ഷപ്പെട്ട് ഓടുന്ന മാനിനെ പുലി വേട്ടയാടുന്ന പോലെ ആ ഫാമിലിയെ ഞാൻ വേട്ടയാടും. ആ അഭിരാമിനും വസുവിനും ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് മാം. വാക്കുകളിലെ വീറും വാശിയും പ്രവൃത്തിയിൽ കാണിക്കൂ മാം. ഇത്തവണയെങ്കിലും നമ്മൾ ജയിക്കണം. എന്നിട്ട് ആ വിജയം നമുക്ക് ആഘോഷിക്കണം. ആഘോഷിക്കാം. ആ ഫാമിലിയെ വേരോടെ വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് ആഘോഷിക്കാം. തയ്യാറായിരിക്കെ. ആഭിരാമേട്ടനും വസുവേട്ടത്തിയും ഇതോടെ അവരുടെ കഥ തീർന്നു. അഖിലേട്ടാ, എന്താ നന്ദിനി? അത് ഞാൻ പിന്നെ നന്ദിനി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അഖിലേട്ടാ, എന്നാ പറയ് വേഗം. എനിക്ക് അഖിലേട്ടനെ ആ, എന്നെ ഏട്ടനെ
എന്താണെങ്കിലും പറയ്, ടെൻഷൻ ആവാതെ. അഖിലേട്ടന് എന്തെങ്കിലും വേണോ? അത് ചോദിക്കാനാണോ നീ വന്നേ? അതല്ല ഏട്ടാ. അതെ. എനിക്കിപ്പോ ഒന്നും വേണ്ട, താങ്ക് യു. മനസ്സ് തുറന്ന് എനിക്ക് ഏട്ടനെ ഇഷ്ടമാണെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ. ലെറ്ററിൽ കൂടി അറിയിച്ചാലോ? യെസ്. ഈ ലെറ്റർ ഏട്ടനെ കൊടുത്താ ഏട്ടൻ എനിക്ക് മറുപടി തരും. നന്ദിനി, എന്താ ചേച്ചി? ഈ തുണി പുറത്തു കൊണ്ടുപോയി ഉണങ്ങാൻ ഇട്ടിട്ട് വാ. അത് നീ എന്തെങ്കിലും ജോലി തിരക്കിലാണോ? ഇല്ല ചേച്ചി, ഇങ്ങനെ തന്നെ. തുണി വിരിക്കാൻ പോകുമ്പോ ഇത് നനഞ്ഞാലോ? ഇവിടെ വെച്ചിട്ട് പോവാം. മാഡം, സാർ. ആരാ? ഇലക്ട്രീഷ്യൻ ആണ് മാഡം. ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യണമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഓ അതെ, റിപ്പയർ ചെയ്യണം. ഫ്രിഡ്ജ് അവിടെയുണ്ട്. ശരിയായിട്ട് ഉടനെ പറയണം. കാശ് തന്നേക്കാം. ഓക്കെ മാഡം. എന്താന്നറിയില്ല, എന്റെ സൗന്ദര്യം ആർക്കും ഇല്ലാതെ നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഈ സൗന്ദര്യത്തിന് അവകാശികൾ ആരും ഇല്ലയോ ആവോ. മാഡം, ഒന്ന് താഴേക്ക് നോക്കൂ. എന്റെ പ്രിയപ്പെട്ട, എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് ഈ കത്തിലൂടെ ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം. എന്താ ഇവര് എന്നെ തന്നെ തുറച്ചു നോക്കുന്നു? ഈ കാര്യം ഞാൻ അറിയിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും നടക്കാതെ പോയതാ. എന്റെ ഈ കത്തിൽ നിന്നും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ മുഖത്തെങ്ങാനും ചെളിയിരിപ്പുണ്ടോ ഇങ്ങനെ നോക്കാൻ? നിങ്ങളെ കൂടെ ചേർന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടായെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എത്ര താമസിച്ചാലും മറുപടി തരാതെ പോവരുത്. ശരിയാക്കി കഴിഞ്ഞോ? ഇപ്പൊ കഴിയും മാഡം. കഴിഞ്ഞായിരുന്നു മാഡം. എല്ലാം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തായിരുന്നോ? ചെക്ക് ചെയ്തു മാഡം. എത്ര രൂപയാ? 1000 rupees. ഇതാ. താങ്ക് യു മാഡം. ലെറ്റർ എവിടെയാണല്ലോ വെച്ചിരുന്നത്? എവിടെ പോയി? രാജാ, എന്നെയാണോ വിളിച്ചത്? നിങ്ങളെ രാജാ? എന്റെ പേര് രാജ എന്നല്ല മാഡം, സുരേഷ് എന്നാ. സുമംഗലി സുരേഷ്. നല്ല ചേർച്ചയുണ്ടല്ലേ? എന്താണ് മാഡം? നിങ്ങളുടെ ലെറ്ററിന് എന്റെ മറുപടി. ഏത് ലെറ്റർ? എഴുതേണ്ടതൊക്കെ എഴുതിയിട്ട്
ഒന്നും അറിയാത്ത പോലെ ഒരു പാവത്താനെ പോലെ ചോദിക്കുന്നുണ്ടല്ലോ. ഞാനെന്തിനാ ലെറ്റർ എഴുതുന്നേ? ഈ ലെറ്റർ എഴുതിയത് നിങ്ങളല്ലേ? ഇനി തൊട്ടേനും പിടിച്ചതിനൊക്കെ റിപ്പയർ എന്നും പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് വരുമല്ലോ. ഞാൻ വേറെ എന്തൊക്കെയാന്ന് വിചാരിച്ചു, പക്ഷെ ഇതിനാന്നറിഞ്ഞില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല. എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞും കൂടാ. അപ്പോ ഈ ലെറ്റർ എഴുതിയത് നീയല്ലേ? ഞാനല്ല മാഡം. പിന്നെന്തിനാ നീ നോക്കുന്നു പറഞ്ഞേ? നിങ്ങൾ അതിൽ ചവിട്ടാൻ പോയപ്പോ നോക്കാൻ പറഞ്ഞു. അപ്പോ ഇത് എഴുതിയ നീയല്ലെന്ന് ഉറപ്പാണല്ലേ? ഞാനല്ല മാഡം. അപ്പൊ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. സാറില്ല, നീ പോയിക്കോ. ശരി മാഡം. ഒരു പക്ഷേ ഈ ലെറ്റർ ശിവാനി എഴുതിയതായിരിക്കോ?